സർഫയാബ്. പതിനാറ് ഇവിടെ ഉണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു, പെട്ടെന്ന് കാണുന്നില്ല. പിന്നെ പേരെന്താണ്? ജാവേദ്. എവിടെ സ്ഥലം? കണ്ണൂർ. ജാവേദ് നമ്മൾ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ ഒരു നെഗറ്റീവ് റോളാണ്. അതായത് ഭയങ്കര അധികം ഒരു നെഗറ്റീവ് മൈൻഡുള്ള ജോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. എന്നിട്ട് മസിലൊന്നും പിടിക്കണ്ട. ആ ജോസ് നെഗറ്റിവിറ്റി മുഴുവനുള്ള ഒരാളാണ്. ഫാമിലിയിൽ പോലും എല്ലാവരോടും ഭയങ്കര ക്രൂക്കഡായിട്ട്, ഭയങ്കര അറഗൻ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ച് ഓക്കെ. അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം പഠിക്കുക വേണ്ടി ഞണ്ണാൻ നിൽക്കണ്ടല്ലേ? മറ്റവരുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛനമ്മയോടെ വെറുതെ ഇരിക്കുന്നു, അച്ഛനും പഠിക്കും. ജാവേദ് ജസ്റ്റ് ഒന്ന് ബിഹേവ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫ്രീ ആയിട്ട് വിടും, ഭയങ്കര കോൺഷ്യസ് ആണ്. ആക്ഷൻ. അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം പഠിക്കുക പറ്റി ഇവിടെ എല്ലാരും ഞണ്ണാൻ നിൽക്കണ്ട. അവനുണ്ടല്ലോ. എന്താണ് ഇത്? എന്ത് സോറി? ഒരു ഇവിടെ ഒരാൾ പെർഫോം ചെയ്ത് കാണാൻ പറ്റേ അങ്ങനെ മാനേഴ്സ് അല്ലേ? ഒരാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്കാണ് അഭിനയിക്കുന്നത്. എന്ത് സോറി? തൻ്റെ പേരെന്താ? 616. അജേഷ്. തന്നെ അജേഷാണ്. എന്താണ് 616 വിളിച്ചപ്പോൾ എവിടെ പോയിരിക്കുന്നത്? ആ താനൊക്കെ വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്ത് വേറെ ഉള്ള ആൾക്കാർ അഭിനയിക്കുകയും ചെയ്യും, അവരെ നായകന്മാരായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. അവസരം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. എടോ, തനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു ചാൻസ് ചെയ്യുന്നില്ല. അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. വീട്ടിൽ സ്വന്തം ഫാമിലി മെമ്പേഴ്സിന് പോലും ഭയങ്കര മോശമായിട്ട് റഫായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ. ഒരാളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഒരു അറഗൻ്റായ ഒരു ക്യാരക്ടറാണ്. ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. റെഡിയാണോ? എന്നാൽ നമ്മൾ ചെയ്യാം. എപ്പി പുളിശ്ശേരി തന്നെയാ. ആർക്ക് പുളിശ്ശേരിയും ചോറും എൻ്റെ ഉച്ചയിലെല്ലാം ഉള്ള ചിക്കൻ 65 മറ്റേ തന്തൂരിയും മറ്റേ കുഴിമന്തിയെല്ലാം ആയിരിക്കും. എപ്പോഴും ഒക്കെ കഞ്ഞിയും മറ്റേ പഠിക്കാം. ഞാനാ വെറുതെ എന്നോട് പറയിപ്പിക്കണ്ട. പണ്ട് ഇഷ്ടംപോലെ സ്വത്തും ഇതെല്ലാം ഉണ്ടായാണ്. അല്ല അച്ഛനും അച്ഛനല്ലേ വിറ്റ് വളച്ചിനി. അത് ഉണ്ടെങ്കിൽ എന്താ എനിക്ക് നല്ല സുഖമായിട്ട് കുഴിമന്തി മറ്റേ കഴിച്ചൂടെ? ജോലിക്കൊന്നും എന്നെ കൊണ്ടാവില്ല. ഇതാ വെറുതെ എന്നോട് പറഞ്ഞു. സുജന, നമ്മുടെ ആ കോമ്പിനേഷൻ സീനില്ലേ, ഇവരെ രണ്ടുപേരും വർക്കൗട്ട് ചെയ്യിച്ചാലാണ്. ഇടവില്ലാത്ത രണ്ട് കൂട്ടുകാർ, ചിലപ്പോൾ കുട്ടിക്കാലം പോലെ ഒരുമിച്ച് വന്ന് കളിച്ചു കൊടുത്തവരാണ്. ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു വഴക്കവിടെ ഉണ്ടാവും. പിന്നെ നാട്ടിലെല്ലാവരും വിചാരം ഞാൻ സിനിമ നടനാണ്. അപ്പോൾ എറണാകുളം കൊച്ചിയിൽ വന്ന് നിൽക്കുന്ന കുറേ നാളായി. അപ്പോൾ ഇതിലിപ്പോൾ നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട്. നിനക്ക് ഇനിയും ചാൻസ് കിട്ടും. നീ ഒന്ന് ഹൈറ്റും വെയിറ്റുണ്ട്. ഇത് ഞാൻ എങ്ങനെ എടുക്കാം പ്ലീസ്? എന്താ പ്രശ്നം? ഞാൻ ജനിച്ച് വീഴുമ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരനാണ് സിനിമാ നടനാണ്. അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ സിനിമാ നടനായേ പറ്റും. പിന്നെ ഞാനിപ്പോൾ സിനിമ നടനാവുള്ളൂ. അപ്പോൾ ഞാൻ നിന്നെ സിനിമ നടനാക്കും. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും പ്ലീസ്. നീ ആവാന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഞാൻ എന്നോട് കെഞ്ചു, 2-3 പ്രാവശ്യം ഞാൻ ഇതിന് സിനിമ നടനാന്ന് പറഞ്ഞാൽ ആവും. നിനക്ക് സിനിമ പറഞ്ഞ പോലെ ബന്ധം ഉണ്ടായില്ല. ഞാൻ നിന്നെ എറണാകുളത്തേക്ക് കൂട്ടിയിട്ട് ഓഡിഷൻ ഫസ്റ്റ് ബിരിയാണി വാങ്ങി തന്നു. റൂം ചെങ്ങായി റൂമിൽ നിന്നൊക്കെ ആയിട്ട് താമസിച്ചു. അത് നീ ഞങ്ങൾക്ക് പാലക്കാട് പ്ലീസ്. ഇതിൽ ഞങ്ങൾ കേൾക്കുള്ളൂ. നീ ആ കണക്കെല്ലാം പറയുന്നത് അല്ലേ? അങ്ങനെയുള്ള എടാ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാ. എടാ സാറ് പറഞ്ഞത് ഈ എന്തായാലും രാവിലെ ഇതിൽ വേറെ വർത്താനൊന്നുമില്ല. ഇതിൽ ഞാൻ കയറും സാറേ. ഇതിൽ ഞാൻ എന്തായാലും കയറും. എനിക്ക് വേറെ വർത്താനൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ സിനിമ കയറും. നീ നിന്റെ പണി നോക്കും. എനിക്ക് നീ ഒരു ബന്ധം വേണം. എനിക്ക് സിനിമ വരും. അങ്ങനെ എന്തേ പ്രശ്നം ഉണ്ടാക്കി വിട്ടേ. തോന്നും കേട്ടോ വീട്ടുകാർ നാട്ടുകാരെല്ലാം അറിഞ്ഞു. നീ തമാശ മതിയാക്കായി. എടാ നീ എന്ത് തൊട്ടടിക്കുന്നത്? എന്താ എന്താ ഇത് നിന്റെ നാളെ
അടിപൊളി അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. രണ്ടാളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ അറിയിക്കാം കേട്ടോ. എടാ ജേഷേ, എന്നെ അവർ വിളിച്ചിരുന്നു അന്ന് ഓഡിഷൻ പോയിട്ടില്ലേ? സെലക്ഷൻ ആയിന്നാ പറഞ്ഞേ. തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിന്നെ വിളിച്ചിരുന്നാ? ഇല്ലടാ, എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. എല്ലാം മടുത്തൂടാ, ഒന്നും ഒരു സെറ്റാവുന്നില്ല. കുറേ ആയി ഇങ്ങനെ താടിയും മുടിയിലും വെച്ച് പ്രാന്തർപ്പട നടക്കുന്നു. വീട്ടിൽ നിന്നെല്ലാം ഭയങ്കര പ്രശ്നമാടാ. ഞാൻ എന്തായാലും സിനിമ വയ്യൊന്നുമില്ലടാ. എടാ ഞാൻ വർക്കിലാണേ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടാ. ഓൾ ദി ബെസ്റ്റ് എടാ. ഓക്കെ.